السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, പാകപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ സാഹചര്യവും അവസ്ഥയും പരിഗണിച്ചുകൊണ്ടുള്ള വിഷയമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ചർച്ചക്കായി, പഠനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ആചാരമായി നിലനിർത്തേണ്ട കാര്യമാണോ, അതല്ല ആഘോഷമായി കൊണ്ടാടപ്പെടേണ്ട വിഷയമാണോ? നൂറ്റാണ്ടുകളായി ചർച്ചകളും സംസാരങ്ങളുമൊക്കെ നടന്നിട്ടുള്ള വിഷയമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഈ വിഷയസംബന്ധമായി രചിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ ഭാഷയിൽ വരെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, പ്രഭാഷണങ്ങൾ സുലഭമാണ്. ഇതെല്ലാം ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെയും മഹത്വത്തെയും അറിയിക്കുന്നുണ്ട്. വിശ്വാസികളായ നാം എല്ലാവരും ഏറ്റവും കൂടുതലായി, ഏറ്റവും ആദ്യത്തിൽ സ്നേഹിക്കേണ്ടത് ആരാധ്യനും സ്രഷ്ടാവും സംരക്ഷകനും നിയന്ത്രകനും കൈകാര്യകർത്താവുമായിട്ടുള്ള അള്ളാഹുവിനെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. അതിലൊരിക്കലും വീഴ്ച വരുത്താനോ അമാന്തം കാണിക്കാനോ ആ കാര്യത്തെ അലംഭാവത്തോടുകൂടി സമീപിക്കാനോ പാടില്ല എന്നത് കർശനമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ സാക്ഷ്യവാക്യം വിളിച്ചോതുന്നത്, ആണയിട്ട് അറിയിക്കുന്നത് ആരാധനയാകുന്ന സ്നേഹം അള്ളാഹുവിന് മാത്രം കൊടുക്കണം എന്നതാണ്. അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും, ഒരു വസ്തുവിലേക്കും ആ സ്നേഹത്തെ വിട്ടുകൊടുക്കാൻ, മാറ്റിക്കൊടുക്കാൻ ഇസ്ലാം നമുക്ക് അനുമതി നൽകിയിട്ടില്ല.
തൊട്ട് താഴെ നിൽക്കുന്ന സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതാണ്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാക്ഷ്യവാക്യത്തിൻ്റെ രണ്ടാം ഭാഗമാണത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യതയിലേക്കാണ് വിശ്വാസികളായ നമുക്ക് പ്രവേശിക്കാനുള്ളത്. അവിടെയും ഒരു കാര്യം പ്രത്യേകം നമ്മൾ അറിയണം. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് തുല്യമായി സമമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഷഹാദത്ത് കലിമ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാലോ ആ കലിമയുടെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്താൽ അയാളുടെ ഇസ്ലാം ശരിയാകുന്നില്ല, പരിപൂർണമാകുന്നില്ല. രണ്ട് ഭാഗത്തെയും ഒരേ നിലയിൽ പരിഗണിക്കണം. വ്യത്യാസം എന്താണ്? ഒരു സ്നേഹം ആരാധനയുടെ ഭാഗമാണ്, ഒരു സ്നേഹം ആരാധനയാകുന്ന അനുസരണത്തിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവിടുന്നിനെ പിൻപറ്റുക, അനുധാവനം ചെയ്യുക, അവിടുന്നിൻ്റെ മാതൃകാപൂർണമായ ജീവിതത്തെ മുറുകെ പിടിക്കുക എന്നതാണ്. ഈ വ്യത്യാസം ഉൾക്കൊണ്ടാണ് ഷഹാദത്ത് കലിമയെ നാം ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. അതിനെ തെറ്റായ നിലക്ക് മനസ്സിലാക്കി വഴിദൂരം പിഴവിലേക്ക് സമൂഹം നയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും 2-3 പദങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ പദം എല്ലാം മഹബത്താണ്, ഒക്കെ മഹബത്തിൻ്റെ പേരിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്താണ്, അവിടുന്നിനോടുള്ള സ്നേഹമാണ്. ഈ പ്രയോഗം വ്യാപകമായി പ്രയോഗിക്കപ്പെടും. രണ്ടാമത്തേത് ഇഷ്ക്, പ്രേമം എന്നാണ്. പ്രേമം എന്ന ഒരു കാര്യം തന്നെ ദീനുമായി ബന്ധപ്പെട്ടതല്ല. അള്ളാഹുവിനെ പ്രേമിക്കുക, പ്രേമിച്ച് അള്ളാഹുവിലേക്ക് ലയിക്കുക, അങ്ങനെ എല്ലാം അള്ളയാണെന്ന വിചാരത്തിലേക്ക് മാറ്റപ്പെടുക, അതൊരിക്കലും ഇസ്ലാമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിക്കുക, ആ പ്രേമം മൂർച്ഛിച്ച് അവസാനം യാ നബി, യാ ഹബീബ്, യാ റസൂൽ, യാ സയ്യിദ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവലാദികളും അവിടുന്നിനോട് ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് എത്തുക, അതും ഇസ്ലാമല്ല. മൂന്നാമത്തേത്, ഇതൊക്കെ ഏത് രൂപത്തിലും ആകാം, അതിന് പ്രത്യേകമായ ഒരു പരിധിയോ അല്ലെങ്കിൽ ഒരു അതിരോ വെക്കേണ്ടതില്ല. അനുസരണം എന്ന ഒരു പദം എടുത്തുകൊണ്ട് എങ്ങനെയുമാകാം ആ ചിന്തയിലേക്കെത്തി വഴിവിട്ട് സഞ്ചരിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. ഈ 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ വികൃതമാക്കി വികലമാക്കി മാറ്റിയ ആളുകളെ ധാരാളമായി സമൂഹത്തിൽ നമ്മൾ കാണുന്നു. ഇവിടെയാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ, ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഈ വിഷയ സംബന്ധമായി പറഞ്ഞ ഒരു വാചകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ അടിസ്ഥാനപരമായ 2 കാര്യങ്ങളിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത്. അത് ഇസ്ലാമിൻ്റെ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത, പിഴുതെടുക്കാൻ പറ്റാത്ത 2 വലിയ തൂണുകളാണ്. അതിൽ ഒന്നാമത്തേത്
അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, വേറെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല, ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. സാധാരണയായിരുന്നാലും വിപൽഘട്ടമായിരുന്നാലും സഹായ തേട്ടത്തിനുള്ള ഏക ശക്തി അർഹൻ അല്ലാഹു മാത്രം, അതിൽ ഒരാൾക്കും പങ്കില്ല. ഇതാണ് ഏറ്റവും അടിസ്ഥാനം. രണ്ടാമത്തേതോ അല്ലാ നഅബുദഹു ഇല്ലാ ബിമാ ശറഅ ലാ നഅബുദുഹു ബിഇബാദത്തിൻ മുബ്തദഅ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണോ ഏത് നിലക്കാണോ അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പഠിപ്പിച്ചത് ആ റൂട്ടിലൂടെ മാത്രം ആരാധിക്കുക. അതിനാണ് ശർഅ എന്ന് പറയുക. ശരീഅത്ത് എന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ ദീനാണ്, മതമാണ്, കുഴപ്പമില്ല, പ്രശ്നമില്ല, ആചാരമായി സ്വീകരിക്കാം, അനുഷ്ഠാനമായി നമുക്ക് എടുക്കാം, ആ നിലക്ക് പഠിപ്പിക്കപ്പെടുമ്പോൾ അവിടെ നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് ഇത് ശർഅ ആണോ എന്നതാണ്. മൂന്നക്ഷരമാണ് ശർഅ എന്ന് പറഞ്ഞാൽ ആ മൂന്നക്ഷരം ഉൾക്കൊള്ളുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്ത, നമുക്ക് അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ പറ്റാത്ത പരന്ന് വിശാലമായി കിടക്കുന്ന ഒരു ലോകമാണ്. അഥവാ ഇസ്ലാമിൻ്റെ അകം അതാണ്, ഇസ്ലാമിൻ്റെ ഉള്ള് അതാണ് ശർഅ എന്ന് പറഞ്ഞാൽ. ആ ശർഇൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളാണ്, അടിയുറച്ച തൂണുകളാണ് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അതിനുള്ള വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അനുധാവനം ചെയ്യുക എന്നത്. ഈ ബോധം വിശ്വാസികളായ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ തലം തെറ്റിപ്പോവുകയില്ല, എവിടേക്കും അത് വഴിമാറ്റപ്പെടുകയില്ല എന്നതാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ ആ കാര്യം ഒന്നുകൂടി വിശദമായി പറഞ്ഞു. മഹബ്ബത്തുല്ലാഹി വ റസൂലിഹി, അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ ദൂതരെയും ഇഷ്ടപ്പെടുക എന്നത് മിൻ അഅ്ളമി വാജിബാത്തിൽ ഈമാൻ, ഈമാനിൻ്റെ അനിവാര്യ കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഈമാനിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എത്രയോ നമ്മൾ കേട്ടതാണ് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന വിളി. ആ വിളിയുടെ അർത്ഥം എന്താണ്? അല്ലാഹുവിൽ വിശ്വസിച്ചവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചവരെ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വ റസൂലി, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ ദൂതരിലും വിശ്വസിക്കുക. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് തന്നെ വിശ്വാസികളാവുക എന്ന കൽപ്പന കാണാൻ സാധിക്കും. ആമനർ റസൂൽ ബിമാ ഉൻസില ഇലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞങ്ങൾ വിശ്വാസികളാണ്, അവിടുന്ന് ഇറക്കിക്കൊടുത്തതിൽ വിശ്വാസികളാണ്, അതിൽ ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇത് വാജിബാണ്, അനിവാര്യമാണ്. ഇതിനെന്തെങ്കിലും കേടുവന്നാൽ അയാളുടെ പരലോകം നഷ്ടമാണ്. പിന്നെയോ വാക്ബർ ഉസൂലിഹി, ഏറ്റവും വലിയ അടിസ്ഥാനം ഇതാണ്. വഅജല്ലു ഖവാഇദിഹി, ഏറ്റവും മഹത്തായ നിയമം ഇതാണ്. ബൽ ഹിയ അസ്ലു കുല്ലി അമലിൻ മിൻ അഅമാലിൽ ഈമാനി വദ്ദീൻ, വിശ്വാസകാര്യമായി മതമായി പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും അസിൽ ഇതാണ്. ഇതല്ലാത്ത മറ്റൊരു അസിൽ നമുക്ക് എടുക്കാനില്ല. വലൈസ ലിൽ ഖൽഖി മഹബ്ബത്തുൻ അഅ്ളമു വല അക്മൽ വല അതം മിൻ മഹബ്ബത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം, വിശ്വാസികൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതിനേക്കാൾ പരിപൂർണമായ, സമ്പൂർണമായ, മഹത്തായ ഒരു സ്നേഹം ഇല്ല എന്നാണ്. എല്ലാ നിലക്കും നമുക്കുള്ള സ്നേഹം ആദ്യം അത് അല്ലാഹുവിനോടാണ്. അത് കഴിഞ്ഞാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ആ സ്നേഹം എങ്ങനെ ശരിയാകുക? അത് പറയുന്നു ഫമഹബ്ബതുഹു തബഉൽ ലിഹുബ്ബിഹി എന്നാണ്. അല്ലാഹുവിനോടുള്ള ഇഷ്ടം എത്ര ശതമാനം നമ്മളിൽ ശരിയാകുന്നുണ്ടോ അതിനെ പിൻപറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം നമ്മളിൽ ശരിയാവുക. അല്ലാതെ ഓടിച്ചെന്ന് വെപ്രാളപ്പെട്ട് ധൃതി പിടിച്ച്
എന്തെങ്കിലും വാരി കൂട്ടി അങ്ങനെ ചെയ്താൽ ആ സ്നേഹം ആവുകയില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനോടുള്ള സ്നേഹം ഏത് രൂപത്തിലാണ് നിങ്ങൾ നേടേണ്ടത്, ഏത് രൂപത്തിലാണ് സ്വായത്തമാക്കേണ്ടത്, അത് കൃത്യമായി വരച്ച് വിശദീകരിച്ച് പഠിപ്പിച്ച ഒരു ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ ജീവിതത്തെ അനുധാവനം ചെയ്യാനും അടുത്തറിയാനും മറ്റെന്തിനേക്കാളും നമുക്ക് വിലപ്പെട്ടതായി എന്തൊക്കെ നമ്മുടെ മുമ്പിലുണ്ടോ, എന്തെല്ലാം നാം സ്വന്തമാക്കിയിട്ടുണ്ടോ, അതിനേക്കാളൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടത് എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ തിരിച്ചറിവ് കിട്ടിയാലാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് നേടാൻ സാധിക്കുക. വേറെ കുറുക്കു വഴികളൊന്നുമില്ല. പെട്ടെന്ന് ചാടിപ്പിടിക്കാൻ പറ്റിയ ഒരു സംഗതി അല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരങ്ങളെക്കാൾ, അവരുടെ ദേഹങ്ങളെക്കാൾ അവർക്ക് ഏറ്റവും അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കൂ നിങ്ങൾ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ ആ ശരീരം കണ്ടിട്ടില്ല. അവിടുന്നിൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുക്കാവുന്ന രൂപത്തിൽ, കണ്ണുകൾ കൊണ്ട് കാണുന്ന രൂപത്തിൽ, സഹോദരങ്ങളെ, ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ അത് ജീവനോടെ കിടക്കുകയാണ്. ഒരുപാട് ആത്മാർത്ഥരായ മനുഷ്യരുടെ ജീവിതത്തിലൂടെ അത് പച്ച പിടിച്ച് നിൽക്കുകയാണ്. എന്തേ അതിന് കാരണം? ആ ജീവിതത്തിന് സംരക്ഷണം കൊടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വേറെ വേലിക്കെട്ടുകളൊന്നുമില്ല, വേറെ അതിരുകളൊന്നും വെച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിൻ്റെ സർവഭാഗങ്ങളെയും ഏറ്റവും നല്ല നിലക്ക് സംരക്ഷിച്ചു എന്നതാണ്. അല്ലാഹു ആ ജീവിതത്തെ സംരക്ഷിച്ചുവെങ്കിൽ ആർക്കാണ് അതിനെ കേടുവരുത്താൻ കഴിയുക? ആർക്കാണ് അതിനെ മോശമാക്കാൻ സാധിക്കുക? ആർക്കാണ് അതിനെ ഒരു വില കുറഞ്ഞ ജീവിതമായി പരിചയപ്പെടുത്താൻ സാധിക്കുക? അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി, ജൂതന്റെ നിർമ്മിതിയായി ലോകത്ത് ഉടലെടുത്തിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ ഏറ്റവും കൂടുതലായി കണ്ണിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വെട്ടിക്കീറണം എന്നാണ്, ഒന്ന് കീറി പൊളിക്കണം എന്നാണ്. ആ ജീവിതത്തെ ഒരു ജീർണിച്ച, ഒരു ദുഷിച്ച ജീവിതമാക്കി മാറ്റണം എന്ന വൃത്തികെട്ട അജണ്ടയിൽ ഉടലെടുത്തു വന്ന ടീമാണ് ജൂതന്റെ സന്താനമായിട്ടുള്ള ഓറിയന്റലിസ്റ്റുകൾ. എന്തേ അവർക്കുണ്ടായത്? അവർ എന്തെല്ലാം പൊട്ടിച്ചു നോക്കി, എന്തെല്ലാം എറിഞ്ഞു നോക്കി, എന്തെല്ലാം വലിച്ചിട്ട് നോക്കി, അവരുടെ വകയായി എന്തൊക്കെ അവർ നിർമ്മിച്ചുണ്ടാക്കി, എന്തൊക്കെ പടച്ചുണ്ടാക്കി. ഒന്നിനും നിലനിൽപ്പില്ല. ആരും അതിനെ സ്വീകരിച്ചില്ല. അവരെ പോലെ ബുദ്ധി വളർച്ചയെത്താത്ത, പരിപൂർണ വിവേകം പ്രാപിച്ചിട്ടില്ലാത്ത കുറെ ആളുകൾ അത് സ്വീകരിച്ചു എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് ഒരു മൺതരി വലിപ്പത്തിലുള്ള മുറിവേൽപ്പിക്കാൻ ശത്രുക്കൾക്ക് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നത് അത്ഭുതമാണ്, അത്യത്ഭുതമാണ്. കാരണം ആ ജീവിതത്തെ ഏറ്റെടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശ്വാസികളായ നമ്മോട് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നത് വരെ. ഏറ്റവും ഇഷ്ടപ്പെട്ടതാകണം. ചെറിയ പേരിന് ഒരു ഇഷ്ടമല്ല, വേണോ വേണ്ടേ എന്നല്ല, സംശയത്തിൽ ആടിക്കളിക്കുന്ന ഇഷ്ടമല്ല. അത്രയും ഏറ്റവും നിലവാരമുള്ള, ഏറ്റവും തെളിഞ്ഞ ഇഷ്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ നമുക്ക് വേണ്ടത്. അതെത്രത്തോളം എന്നറിയോ? മിൻ വാലിദിഹി, മാതാപിതാക്കളെക്കാൾ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിൽ അവനോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, അവനങ്ങോട്ട് അടുത്ത് ഇടപഴകുന്ന വേണ്ടപ്പെട്ടവരാണല്ലോ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളുടെ വാശിക്കും ശാഠ്യത്തിനും മുമ്പിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മുറിച്ചു മാറ്റാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം ആഹ്വാനം ചെയ്തുവെങ്കിൽ ആ ജീവിതത്തിന് കൊടുക്കേണ്ട വില എത്രയാണ്? ആ ജീവിതത്തെ അടുത്തറിയണ്ടേ? ആ ജീവിതത്തെ പഠിക്കണ്ടേ? ആ ജീവിതത്തെ അനുവർത്തിക്കണ്ടേ? നമ്മുടെ ബാധ്യതയാണ്. പിന്നെയോ വവലദിഹി, അവന്റെ സ്വന്തമെന്ന്, അവന്റെ ചോരയായി, അവന് വളരെ വേണ്ടപ്പെട്ടതായി കാണുന്ന മക്കളെക്കാൾ അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല, വന്നാസി അജ്മഈൻ, സകല മനുഷ്യരെക്കാളും, കൂട്ടുകാരാകട്ടെ, കുടുംബക്കാരാകട്ടെ, സഹപ്രവർത്തകരാകട്ടെ, സഹപാഠികളാകട്ടെ, സഹചാരികളാകട്ടെ, സഹായികളാകട്ടെ, ആരാകട്ടെ, അവർക്കൊന്നും സഹോദരങ്ങളെ ഈ സ്നേഹത്തെ അറുത്തുമാറ്റാൻ കഴിയില്ല. അത്രത്തോളം നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകേണ്ട, ഉറച്ചു പോകേണ്ട സ്നേഹമാണ്. കാരണം നമ്മെ ഇസ്ലാമിലേക്ക് എത്തിച്ചത്, നമ്മെ മുസ്ലിങ്ങളാക്കിയത്, വിശിഷ്യാവിശ്വാസികളാക്കിയത്, നാളെ പരലോക വിജയത്തിന് ആദ്യം അല്ലാഹു കണക്കിലെടുക്കുന്ന വിഷയം അതാണ് വിശ്വാസം. കുടുംബത്തിന്റെ വലിപ്പമല്ലെന്ന് നോക്കുക. എത്ര മക്കളുണ്ടായിരുന്നു, വരുമാനം എത്രയിരുന്നു, ഭാര്യ ആരായിരുന്നു, ഭാര്യ തറവാട് എങ്ങനെയാണ്, നിന്റെ കുടുംബത്തിന്റെ വലിപ്പം എന്താണ്, അതൊക്കെ എണ്ണി നോക്കിയിട്ട് വരിയായി നിർത്തിയിട്ടല്ല. വിശ്വാസത്തിലെ ഇഖ്ലാസ്, ആത്മാർത്ഥത എത്ര ശതമാനമുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു വിചാരണക്കെടുക്കുക. ആ വിശ്വാസം വട്ടപൂജയാണെങ്കിൽ, അത് മാലിന്യം കലർന്നതും കേടുവന്നതുമാണെങ്കിൽ സ്വർഗത്തിന്റെ വാസന നമുക്കില്ല, സ്വർഗത്തിന്റെ പരിമളം നമുക്കില്ല, സ്വർഗത്തിന്റെ അടുത്തെത്തി അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സൗഭാഗ്യമില്ല. അത്രത്തോളം നമ്മൾ പേടിക്കണം. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാ പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്നത് മിൻ ഉസൂലിൽ ഈമാൻ, ഈമാനിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. വഹിയ മുഖാരിന ലിമഹബ്ബത്തില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. വഖദ് ഖറനഹല്ലാഹു ബിഹാ, അല്ലാഹു അതിനെ അല്ലാഹുവിനോടുള്ള സ്നേഹവുമായി ബന്ധപ്പെടുത്തി. വതവഅദ, അല്ലാഹു വാഗ്ദാനം കൊടുത്തു, അല്ലാഹു താക്കീത് കൊടുത്തു. മൻ ഖദ്ദമ അലൈഹാ ഷൈഅൻ മിനൽ ഉമൂരിൽ മഹ്ബൂബാ തബഅൻ, മനുഷ്യന്റെ പ്രകൃതമനുസരിച്ച് അവനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് സ്വന്തം ശരീരം, അവന്റെ സമ്പാദ്യം, അവന്റെ കുടുംബം, അവന്റെ നാട്ടുകാർ, അവന്റെ ജോലി, ഇങ്ങനെ പല കാര്യങ്ങളും മനുഷ്യപ്രകൃതമായി അവനിലേക്ക് ഇഷ്ടപ്പെടാൻ, ഇഷ്ടമുള്ളതാകാൻ സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പറയുന്നു, അല്ലാഹു ദുന്യാവിന്റെ വിഭവമായി, ദുന്യാവിലെ ജീവിതത്തിന്റെ സുഖത്തിനും സൗകര്യത്തിനുമായി നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ മതിമറന്ന്, അതിൽ മുഴുകി, അതിൽ വ്യാപൃതരായി, ഇതൊക്കെ മറന്ന് ജീവിച്ചാൽ മിനൽ അഖാരിബ്, അവന്റെ കുടുംബക്കാർ, വൽ അംവാൽ, അവന്റെ സ്വത്ത്, വൽ ഔതാൻ, അവന്റെ നാട്, വഗൈറ ദാലിക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭ്രമം മൂത്ത്, ഇഷ്ടം മൂത്ത് അങ്ങനെ ജീവിച്ചാൽ അവർക്കല്ലാഹു ശക്തമായ താക്കീത് കൊടുത്തിരിക്കുന്നു എന്നാണ്. ചില്ലറ കാര്യമല്ല. ഇനി ഇങ്ങനെ നോക്കുക, നമ്മുടെ ഭാര്യ ആരാകണം? ആരാ പഠിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട് എങ്ങനെയാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ ജോലി എന്താകണം? വരുമാനം എന്താകണം? കൂട്ടുകെട്ട് എങ്ങനെയാകണം? ജീവിത രീതികൾ എങ്ങനെയാകണം? ഇതെല്ലാം വള്ളി പുള്ളി വിടാതെ പഠിപ്പിച്ച ജീവിതം. ആ ജീവിതത്തെ മറന്നിട്ട് സ്വത്തിന്റെ പിന്നാലെ, സന്താനങ്ങളെ പിന്നാലെ, വീടിന്റെ പിന്നാലെ, സമയത്തിന്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ, ഭാര്യയുടെ പിന്നാലെ, കുടുംബത്തിന്റെ പിന്നാലെ, കൂട്ടുകാരുടെ പിന്നാലെ ഓടുക എന്നത് വിഡ്ഢിത്തമാണോ വിവേകമാണോ? നമ്മൾ ആലോചിക്കണം. അതൊക്കെ ദുന്യാവിന്റെ ചരക്കാണ്. മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമില്ല. നമ്മൾ അടക്കി പിടിച്ചിരുന്ന ഒന്നും നമ്മുടെ കൂടെയില്ല. എന്തുള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയും അധ്യാപനങ്ങളും സ്വീകരിച്ച് എന്തൊക്കെയാണോ നമ്മൾ ചെയ്തത് അത് മാത്രമേ പരലോകത്തേക്ക് ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. മഹാനായ ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാ ഒന്നുകൂടി അതിൻ്റെ ഗൗരവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈമാനിൻ്റെ ഉസൂല് പഠിപ്പിക്കാൻ വേണ്ടി ഷജറത്തുൽ ഈമാൻ എന്ന പേരിൽ ഷെയ്ഖ് എഴുതിയ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ അദ്ദേഹം പറയുകയാണ്,
അന്നഹു ഇദാ തആറദത്തിൽ മഹബ്ബത്താനി, ഈ രണ്ട് സ്നേഹങ്ങൾ അഥവാ ഒരു ഭാഗത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം, അതിനോട് ബന്ധമായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, ഈ രണ്ട് സ്നേഹങ്ങൾക്കും എതിരായി ഭൗതിക വിഭവങ്ങൾ, ഭൗതിക സുഖങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ ഫൈൻ ഖദ്ദമ മാ യുഹിബ്ബുഹു റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്നതിനെ അതിനേക്കാളൊക്കെ മുന്തിച്ചാൽ കാന സ്വാദിഖൽ ഈമാൻ, അവന്റെ വിശ്വാസം സത്യസന്ധമാണ്. ഭാര്യ എന്തെങ്കിലും പറയുമ്പോഴേക്ക് എന്നാ ശരി ഞാൻ അങ്ങനെ ചെയ്തോളാം, തൽക്കാലപ്പോൾ എൻ്റെ പാൻറ് ഇങ്ങനെ ആകണം എന്നല്ലേ എൻ്റെ ആഗ്രഹം, എന്നാ ആയിക്കോട്ടെ അനക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം. പറ്റൂല, പറ്റൂല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭാര്യയുടെ വേഷം അവളുടെ ഔറത്ത് പുറത്ത് കാണും വിധം ആകാൻ പാടില്ല. അത് ഈമാനിന്റെ സത്യസന്ധതയല്ല. അവിടെ ഭർത്താവിനോടൊന്ന് മുഖം കറുപ്പിച്ച ഒന്നും വരാല്ല, ഒന്നും സംഭവിക്കാല്ല. അതൊക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ, അതിലൊന്നും പോകൂല. സ്നേഹം ഉണ്ടെങ്കിൽ, സ്നേഹം ഇല്ലെങ്കിൽ പ്രശ്നമാണ്. മക്കളെ വളർത്തുമ്പോൾ ഇസ്ലാമിൻ്റെ രീതി സ്വീകരിക്കുന്നത് ആരെ പേടിച്ചു ഒഴിവാക്കണ്ട, അങ്ങനെയൊന്നും പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ മക്കളെ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ വളർത്തിയെടുക്കാം. എന്തേ കാരണം? നമ്മൾ മുന്തിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തിനാണ്. വഇല്ല, ഈ പറഞ്ഞ രൂപത്തിൽ അല്ലെങ്കിലോ ഫഹുവ നാഖിസുൽ ഈമാൻ, അത് ഈമാനെ കുറച്ച് കളയും. ഈമാൻ്റെ കുറവ് നമ്മൾ കാണൂല, നമ്മളറിയാതെ ഈമാൻ അങ്ങനെ വറ്റി ഉണങ്ങി വരണ്ട് കുറഞ്ഞു പോകുന്നുണ്ടാകും. അതെപ്പോഴേ അറിയുള്ളൂ? പരലോകത്തെത്തുമ്പോൾ ഈമാനിൻ്റെ പൂർണ്ണത ഉള്ളവരിൽ നമുക്ക് പെടാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോഴാണ് ഈമാൻ്റെ കുറവ് നമ്മൾ അറിയുക. അത് വരാതിരിക്കണമെങ്കിൽ ഇസ്ലാം വരച്ച ആ ചട്ടക്കൂടിലൂടെ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. ഷെയ്ഖ് നാസിർ സഅദി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞൊരു കാര്യം കൂടി നോക്കൂ നിങ്ങൾ. ഇദാ അറള അലൈഹി അംറാൻ, 2 കാര്യങ്ങൾ നിന്റെ മുമ്പിലെത്തി. അഹദുഹുമ, അവ രണ്ടിലൊന്ന് യുഹിബ്ബുഹുല്ല, അള്ളാഹിനെ ഇഷ്ടപ്പെടലാണ്, വ റസൂലഹു, അള്ളാഹുവിൻ്റെ ദൂതരെ ഇഷ്ടപ്പെടലാണ്. ഇതാണ് 2 കാര്യം. ഈ 2 കാര്യം നിന്റെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ വലൈസ ലിനഫ്സിഹി ഫീഹാ ഹവ, പിന്നെ നിന്റെ ഇഷ്ടത്തിന് അവിടെ സ്ഥാനമില്ല. എൻ്റെ ഇഷ്ടം എങ്ങനെയാണ്? എനിക്കിതാണ് തോന്നിയത്, ഞങ്ങൾക്കിതാണ് തോന്നിയത്, ഞങ്ങൾ ആലോചിച്ചപ്പോൾ എങ്ങനെയാണ് തീരുമാനം വന്നത്, അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഇതിന് സ്ഥാനമല്ല. വൽ ആഖർ തുഹിബ്ബുഹു നഫ്സുഹു വതഷ്തഹീഹി, നീ നിന്റെ മനസ്സിൻ്റെ ഇഷ്ടങ്ങളെ പിൻപറ്റുന്നു, അതിനെ സ്നേഹിക്കുന്നു. വലാകിന്നഹു യുഫവ്വിതു അലൈഹി മഹ്ബൂബൻ ലില്ലാഹി വറസൂലിഹി, നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തെ എടുക്കുന്നതോടുകൂടി അവിടെ നശിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്നറിയോ? അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ ദൂതരോടുള്ള ഇഷ്ടമാണ്. ആ നിലപാടിലേക്ക് നമ്മൾ എത്തിയാൽ അദ്ദേഹം പറയുന്നു ദല്ലദാലിക, ആ നിലപാട് നിന്നെ അറിയിക്കുന്നത് അന്നഹു ളാലിം, നീ സ്വയം അക്രമിയായിരിക്കുന്നു. അവൻ അക്രമിയാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളും മറ്റുമൊക്കെ വിശദീകരിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തുകൊണ്ട് സ്നേഹിക്കലുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വിഷയത്തിൻ്റെ ഒരു ഭാഗം അതിൻ്റെ ചുരുക്കത്തിലൂടെ ഒന്ന് വന്നു എന്ന് മാത്രം. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി സ്നേഹിക്കണം, അനുസരിച്ചുകൊണ്ട് സ്നേഹിക്കണം എന്ന നിലക്ക് ഒരുപാട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അവിടെ കൽപ്പനാരൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് ഫത്തബിഊനി എന്നാണ്. ഫത്തബിഊനി, എന്നെ പിൻപറ്റുക എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ കൽപ്പനാരൂപത്തിൽ വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിർബന്ധമാണ്. ഇപ്പോഴത്തെ കാലത്ത് ചില ആൾക്കാർക്ക് തീരാത്ത ഒരു സംശയമാണ്. എന്ത് അറിയോ? എങ്ങനെ ഈ ഹദീസിൽ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ
നാട്ടിലും വീട്ടിലും സമൂഹത്തിലൊക്കെ കൊണ്ടു നടക്കുക. അതൊക്കെ സൗകര്യപ്പെടുമെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എടുത്താൽ പോരെ, പറ്റുമോ നോക്കിയിട്ട് എടുത്താൽ പോരെ, നടക്കുമോ ഇല്ലേന്നൊക്കെ പരിഗണിച്ച് നമുക്കത് എടുത്താൽ പോരെ. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളെക്കാൾ ഏറെ നമ്മളെ അറിയുന്ന അള്ളാഹു ആ നിലക്കൊരു പ്രയോഗമാണ് പ്രയോഗിക്കുക. അങ്ങനത്തെ പ്രയോഗമാണോ ഇത്? അല്ല. ഇത് ഫത്തബിഊനി, എന്നെ പിൻപറ്റിക്കോളിന്നാണ്. അത് കല്യാണ വീട്ടിലും വേണം, മരണ വീട്ടിലും വേണം, അങ്ങാടിയിലും വേണം, വീടിനകത്തും വേണം, പഠിക്കുന്നിടത്തും വേണം, ജോലിസ്ഥലത്തും വേണം, സ്വദേശത്താണെങ്കിലും വേണം, വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും വേണം. ഈ കൽപ്പന എല്ലായിടത്തും ബാധകമാണ്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ ദൂതരെയും നിങ്ങൾ അനുസരിക്കുക. എന്തേ അള്ളാഹിനനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകാത്തത്? അതിനോട് ചേർത്തി അല്ല പറയുന്നു വ അത്തിഉർ റസൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കുക. അയ്യഖൂലു, അവർ പറയും സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. എന്താണ് ഈ വാക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ എത്രയേ കേട്ടതാണ്, കുറേ മുമ്പത്തെ ഒരു ഖുതുബയിലും കേട്ടതാണ്, വേറൊരു ക്ലാസ്സിൽ കേട്ടതാണ്, ഞാൻ തന്നെ പലപ്പോഴും അതൊക്കെ ചോദിച്ചറിഞ്ഞ കാര്യമാണ്. കേൾവി നടന്നു, പക്ഷേ ആ കേൾവി മനസ്സുകൊണ്ടായില്ല എന്നതാണ് പ്രശ്നം. മനസ്സുകൊണ്ട് കേട്ടില്ല, കാതുകൊണ്ടുള്ള താൽക്കാലിക കേൾവിയായി ഒതുങ്ങി. അതല്ല, മനസ്സുകൊണ്ട് കേൾക്കണം. താൽക്കാലിക കേൾവി എന്നത് വിശ്വാസികളുടെ സ്വഭാവമല്ല, അത് കപടന്മാരുടെ സ്വഭാവമായി ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. അവർ പറയും, ഓ ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅസൈന, ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു. വളരെ ലാഘവത്തോടെ അവർ പറയും. വിശ്വാസികൾ ഉറപ്പിച്ചു പറയും, സമിഅന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സിറാത്തുൽ മുസ്തഖീം തെളിഞ്ഞു കിട്ടിയിട്ട് അതിന് എതിരായി വിപരീതമായി ഒരാൾ നിന്നാൽ അല്ല പറയുന്നു നുവല്ലിഹി മാ തവല്ല, അവൻ ഇഷ്ടപ്പെട്ട റൂട്ടില്ലേ, വഴിയില്ലേ, അവിടേക്ക് അല്ല തന്നെ തിരിച്ചുവിടും, പൊയ്ക്കോന്ന് പറയും. അവൻ പോലും വിചാരിക്കാതെ ആ വഴി എളുപ്പമായി കിട്ടും. എന്തേ? അവൻ്റെ ആഗ്രഹം തന്നെ അതാണ്. നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞ ഭാഗത്തേക്ക് അവൻ തിരിച്ചുവിടും. അള്ളാഹു തിരിച്ചടു വിടും. കാരണം അല്ല പറഞ്ഞെടുത്ത് നിൽക്കാൻ ഓന് വയ്യ. അതാണ് ഹറജം മിമ്മാ ഖളൈത്, മനക്ലേശമുണ്ടാകാൻ പാടില്ല. മനക്ലേശം അതാണ് പലപ്പോഴും വരിക. ഒരു കല്യാണ വീടാണ്, ഇവിടെ ഇപ്പം എങ്ങനെ ആകണമെന്ന് പറഞ്ഞാൽ ഇത് ഒരു സന്തോഷത്തിൻ്റെ സമയമല്ലേ, ആനന്ദിക്കേണ്ട നേരല്ലേ. ഇവിടെ ഒരു മ്യൂസിക്കുള്ള പാട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആലോചിക്കുക. ഡ്രസ്സ് വേഷമൊന്നും ഇങ്ങനെ ആകുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഇവിടെ ആകപ്പാടെ കൂടിക്കലർന്ന് എല്ലാവരും ഇടപഴകി നടക്കുന്നൊരവസ്ഥ വേണ്ടാന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര ശ്രദ്ധിക്കണം, സൂക്ഷ്മത പുലർത്തണം. മ്യൂസിക് എന്ന ഹറാമ് നിറഞ്ഞ കാപഢ്യം മനസ്സിലേക്ക് കുത്തിത്തരുന്ന ആ വിഷം അത് പാടില്ല. നമ്മുടെ നിക്കാഹ് എന്ന ആരാധനയുടെ സരസ്സിലത് പാടില്ല. നിക്കാഹ് ഇബാദത്താണ്, അത് ഇഖ്ലാസോടെയും ഇത്തിബായോടെയും നടത്തപ്പെടണം. ഒരു വലിയ കാര്യമാണ് അവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. മീസാഖൻ ഖലീല, ഉറച്ച ഒരു കരാറാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഹറാമിനെ കുത്തിവെക്കാൻ പാടില്ല. ചില ആളുകൾ പ്രകൃതിയിൽ കിളികൾ പാടുന്നില്ലേ, അരുവികൾ കളകളാ ഒഴുകുന്നില്ലേ, കാറ്റടിക്കുമ്പോൾ ചെറിയ ചെറിയ ശബ്ദമുണ്ടാകുന്നില്ലേ, അതൊക്കെ മ്യൂസിക്കല്ലേ? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഉറപ്പിച്ച് നിഷിദ്ധമെന്ന് പറഞ്ഞ ഒരു കാര്യത്തെ അനുവദനീയമാക്കാൻ ഓരോരുത്തർ ചോദ്യമാണ്. ബസ്സിൽ പോകുമ്പോൾ പാട്ടില്ലേ, അങ്ങാടി കയറുമ്പോൾ പാട്ടില്ലേ, അതിന് നമ്മൾ കുറ്റക്കാരാ? നമ്മളാ പാട്ടിടുന്നത്? നമ്മളാണോ അത് പിന്നെ സംഘടിപ്പിക്കുന്നത്? നമുക്ക് ആ ബസ് ഒഴിവാക്കി വേറെ ബസ്സിൽ കയറിക്കൂടെ? എല്ലാം ഉണ്ട്. ഇനി ആ ബസ്സിൽ പോകേണ്ടി വന്നു, പ്രശ്നമുണ്ടോ?
നമ്മൾ ആ പാട്ട് കേട്ട് ആനന്ദിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളത് മനസ്സിലാക്കി നമ്മളെ കാര്യം നോക്കി ഒന്നുകിൽ ഉറങ്ങുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിക്കുന്നു, അടുത്തുള്ളവരോട് വർത്തമാനം പറയുന്നു. ഒരു ഹലാലിനെ, ഒരു ഹറാമിനെ ഹലാലാക്കാൻ ചില ആളുകൾ വെപ്രാളപ്പെടുന്ന രീതിയാണ് കുയിലിൻ്റെ പാട്ടും അതുപോലെ അരുവികളെ ഒഴുക്കൊക്കെ അല്ലേ. ഒമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് എന്ന ആയത്തിലെ ലഹുൽ ഹദീസ് അതിൻ്റെ ആദ്യ വിശദീകരണം മ്യൂസിക്കാണ്. വല്ലദീന ലാ യശ്ഹദൂന സൂറ, മ്ലേച്ഛമായ കാര്യങ്ങൾക്ക് അവർ സാക്ഷികളാവുകയില്ല എന്ന സൂറ് എന്തിനെ പറ്റിയാണ്? മ്യൂസിക്കിനെ പറ്റിയാണ്. ഖുർആൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യസ്തഹില്ലൂനൽ ഹിർറ വൽ ഹരീറ, മ്യൂസിക്കിനെയും പട്ടിനെയും ഹലാലാക്കുന്ന ആളുകൾ ലോകം അവസാനിക്കുന്ന നേരത്ത് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്, ആ ഹദീസൊക്കെ ഉണ്ട്, അത് കേൾക്കുക, ഒഴിവാക്കുക. എന്താ അർത്ഥം? ഈമാനിന് പകരം കാപഢ്യം അവരെ മനസ്സിൽ കുടിയിരുന്നു, അവിടെ സീറ്റ് ഉറപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പാടില്ല. അയ്യഖൂലു സമിഅനാ വഅതൈനാ ഹറജം മിമ്മാ ഖളൈത, ഇസ്ലാം പറഞ്ഞ വിധികളിൽ നമുക്കൊരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ട്? വമാ യൻതിഖു അനിൽ ഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭാഗത്ത് ഇങ്ങനെ കാല് കയറ്റി വെച്ചിരുന്നിട്ട് സ്വഹാബികളെ വരും, എനിക്കിന്ന് രാവിലെ തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം സമയബന്ധിതമായി വന്നു, പഠിപ്പിച്ചു കൊടുത്തു. അത് സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, വ്യക്തമായ വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യം പഠിപ്പിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഭൗതികപരമായ കാര്യങ്ങളിൽ ഉരുണ്ടുകൂടി അതിലേക്ക് ചുരുട്ടപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്ക് എതിരാകുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന് നാം നൽകേണ്ട മഹത്വം എത്രത്തോളം വലുതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യത്യസ്തങ്ങളായ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി വചനങ്ങളിലൂടെ ആ കാര്യം നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്? ആ നിയോഗത്തെ ഉമ്മത്തിലുള്ളവർ ഏത് നിലക്കാണ് സ്വീകരിക്കേണ്ടത്? അതെല്ലാം തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, പ്രവാചകരെ നാം നിങ്ങളെ നിയോഗിച്ചത് സാക്ഷിയായിക്കൊണ്ടാണ്, ഈ ഉമ്മത്തിന് സാക്ഷിയായിക്കൊണ്ടാണ്. വ മുബശ്ശിറൻ, സന്തോഷവാർത്ത നൽകാനുള്ള പ്രവാചകനായിട്ടാണ്. വ നദീറൻ, താക്കീത് കൊടുക്കുന്ന പ്രവാചകനായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഓരോ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്തിൻ്റെ സാക്ഷികളായി കൊണ്ടുവരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കുള്ള സാക്ഷിയായി ഹാജരാക്കപ്പെടും. അവിടുന്നിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അസ്ഹാബുകളാണ്, അനുചരന്മാരാണ്. അവർക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്വാനുകളാണ്, സഹോദരങ്ങളാണ്. ഇത് രണ്ടും ഹദീസിൽ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അസ്ഹാബി, എൻ്റെ അനുചരന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, ഞങ്ങളല്ലാതെ ഇനി ആരാണ്, വേറെ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശേഷം എനിക്ക് ഇഖ്വാനുകൾ വരാനുണ്ട്, സഹോദരങ്ങൾ വരാനുണ്ട്. ആ സഹോദരങ്ങൾ എന്ന ഗണത്തിൽ നമുക്ക് ഇടം കിട്ടണമെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും പരിപൂർണമായി ഉൾക്കൊള്ളാനും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത ഫർഖുൻ, അവിടുന്ന് വേർതിരിച്ച ആളാണ്. അഥവാ എന്താണ് സത്യം, എന്താണ് അസത്യം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് നീതി, എന്താണ് അനീതി, ഇത് കൃത്യമായി വേർതിരിച്ച് പഠിപ്പിച്ചു തന്ന ജീവിതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ടാണ് ഹദീസിൽ അവിടുന്ന് ഫർഖാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് പൂർത്തിയാക്കി തന്ന മതത്തെ ഹനിക്കാനോ വികൃതമാക്കാനോ ആരെങ്കിലും തുനിഞ്ഞാൽ അവർക്ക് പരലോകത്ത് ഒരു പരിഗണനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയില്ല. നാം എല്ലാവരും കേട്ട് പരിചയിച്ച ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസറിൻ്റെ അടുത്ത് ഉമ്മത്തിനെ കാത്തിരിക്കുന്നുണ്ടാകും. അവിടുന്ന് പറയും, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് എൻ്റെ ഉമ്മത്തി എന്ന് പറയും. ആ സമയത്ത് ചില ആളുകൾ തടയപ്പെടും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്താണ് എൻ്റെ ഉമ്മത്താണെന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടി, ഇന്നക ലാ തദ്രി, പ്രവാചകരെ നിങ്ങൾക്കറിയില്ല അല്ലാഹുവിൻ്റെ ദീനിൽ മതത്തിൽ പുതിയതായി ഇവരെന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്ന് പ്രവാചകരെ നിങ്ങൾക്കറിയില്ല. അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹഖൻ ഫസുഹഖ, വിദൂരത്ത് പോകണം, അകന്നു പോകണം, എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല. ഈ ഹദീസ് പുത്തനാചാരങ്ങളുടെ അന്ധവിശ്വാസങ്ങളുടെ വിഷയത്തിൽ മാത്രമുള്ളതല്ല. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏത് കാര്യത്തെ ആര് കേടുവരുത്താൻ നോക്കിയാലും അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽപ്പെട്ടു. ഹലാലായ ഒന്നിനെ ഹറാമാക്കിയാൽ, ഹറാമായ ഒന്നിനെ ഹലാലാക്കിയാൽ, കുഫറിന് വെള്ള പൂശി അതൊന്നും കുഴപ്പമില്ല, എന്തുമാകാം, ഏത് രൂപത്തിലുമാകാം, ദീന് നോക്കണ്ട, ഖുർആൻ നോക്കണ്ട, ഹദീസ് നോക്കണ്ട, അങ്ങനെ ഏത് നിലക്ക് എന്ത് കൊണ്ടുവന്നാലും അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? അനാചാരങ്ങൾ ഉണ്ടാക്കുക, പുത്തനാചാരങ്ങൾ സൃഷ്ടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യങ്ങൾ നബിചര്യയായി പഠിപ്പിക്കപ്പെടുക എന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ ദൂതരിൽ വിശ്വസിക്കുക, വതുഅസ്സിറൂഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി സഹായിക്കുക, അവിടുന്ന് ശക്തി കൊടുക്കുക, വതുഅഖിറൂഹു, അവിടുന്ന് ആദരിക്കുക. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പകർത്തി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക. ആ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സഹായിക്കുക എന്നതാണ് സ്നേഹം. ആ ജീവിതത്തിൻ്റെ അപ്പുറം ചെയ്യാതിരിക്കുക, ആലോചിക്കാതിരിക്കുക എന്നതാണ് സ്നേഹം. ആ ആദരവിനപ്പുറം നമ്മൾ വേറൊന്നിനെ ആദരിക്കണ്ട, ബഹുമാനിക്കണ്ട. അതാണ് സൂറത്തുൽ ഹുജറാത്ത്. ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പെരുമാറ്റത്തിൽ, അതുപോലെ തന്നെ അവിടുന്നിനോട് സഹവസിക്കുന്നതിൽ നമുക്കുണ്ടായിരിക്കേണ്ട മര്യാദകൾ എന്ത് എന്നാണ് ആ സൂറത്ത് പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ടാണ്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട്, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ദൂതരുടെയും വാക്കുകളെ മറികടന്നുകൊണ്ട് നിങ്ങളെ വാക്കുകളെ നിങ്ങൾ മുന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആൻ ഇതാ പറഞ്ഞിരിക്കുന്നു, നബിചര്യയിലൂടെ ഇത് വ്യക്തമാണ്. ഇതെല്ലാം ബോധ്യമായിട്ട്, ഇതെല്ലാം തെളിഞ്ഞിട്ട് മറ്റു വാക്കുകളെയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും മുന്തിക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല. അത് അനാദരവാണ്, അത് സ്നേഹമല്ല, വെറുപ്പ് പ്രകടിപ്പിക്കലാണ്.
ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനേക്കാളും ശബ്ദത്തെക്കാളും നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല. എന്താ അതിൻ്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കേട്ടാൽ പിന്നെ എന്ന് പറഞ്ഞ്, ആവൂ എന്ന് പറഞ്ഞ്, സൗകര്യല്ല എന്ന് പറഞ്ഞ് നമ്മളെ വാക്ക് ഉയരാൻ പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ തടിച്ചുകൂടും. ആ തടിച്ചുകൂടിയ ആളുകൾക്ക് മുമ്പിലേക്ക് ഇമാം മാലിക് റഹിമഹുല്ലാ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് വളരെ അദബോടെ ആണ് കടന്നു വരിക. വന്ന ഉടനെ അദ്ദേഹം പറയും, എൻ്റെ സദസ്സിൽ സംസാരം നിഷിദ്ധമാണ്, ഇവിടെ നിങ്ങൾ മിണ്ടാൻ പാടില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളാണ്, അവിടുത്തെ വാക്കുകളാണ്. ആ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കെ നിങ്ങളെ ശബ്ദം അതിൻ്റെ മുകളിൽ വരാൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളെ ശബ്ദം ഉയരാൻ പാടില്ല. സാഗൂതം ശ്രദ്ധിക്കണം, മനസ്സിലേക്ക് അതിനെ മെല്ലെ ഇറക്കി വെക്കണം. അതാണ് വത്വഖിറൂഹു, ആ ജീവിതത്തെ ആദരിക്കണം. വിശുദ്ധ ഖുർആൻ ചോദിച്ചല്ലോ, അതുഅല്ലിമൂനല്ലാഹ ദീനക്കും, നിങ്ങൾ അല്ലാഹ്ക്ക് നിങ്ങൾ ദീൻ പഠിപ്പിക്കുകയാണോ? എന്താണ് ആ ചോദ്യത്തിന്റെ ഗൗരവം? ഒരു കാര്യം നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ അത് പറ്റുമെന്ന് പറയാൻ നിങ്ങൾ അല്ലാഹ്ക്ക് ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? ഒരു കാര്യം നിങ്ങൾക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അത് പാടില്ല എന്ന നിലക്ക് നിങ്ങൾ അല്ലാഹ്ക്ക് ദീൻ പഠിപ്പിക്കുകയാണോ? അങ്ങോട്ട് നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, പ്രവാചകരെ, നിങ്ങളെങ്ങാനും അവരെ അനുസരിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ, അഥവാ സ്വഹാബികൾ പറയുന്നതിനനുസരിച്ച് ദീൻ പറയുക എന്ന ഒരു നിലപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് പ്രയാസമുണ്ടാക്കും, അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ അവർ ശ്രദ്ധയോടെ കേട്ടു, മനപ്പാഠമാക്കി ജീവിതത്തിൽ പകർത്തി. അതാണ് അവിടുന്ന് ജീവിതത്തെ ആദരിക്കുക, ആ ജീവിതത്തോട് നമുക്ക് ബഹുമാനമുണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അധികരിപ്പിക്കാൻ, അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ പറയാം. ആ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, നാം അതിനെ നിലനിർത്തുകയാണെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് ഈ വിഷയത്തെ ഗൗരവത്തിലെടുക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, അന്നഹു മുർസലും മിർ റബ്ബി ഇഖ്താറഹു വസ്തഫാഹു അലൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരഞ്ഞെടുത്തു. അല്ലാഹുവിൻ്റെ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് അയച്ചു. നമ്മുടെ ഒരു ബക്കറ്റ് വരുന്നുണ്ട്, കഴിയുന്ന പോലെ എല്ലാവരും സഹകരിക്കണം. ബാധ്യതകളില്ലാതെ നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തെരഞ്ഞെടുത്ത് ഒരു ദൂതനായി നമ്മിലേക്ക് അയച്ചു. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം, ലോകം അവസാനിക്കുന്നത് വരെ ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം, ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ഒരാൾക്കും കിട്ടാത്തത്, ഖുറൈശി പ്രമാണിമാരിൽ മറ്റാർക്കും കിട്ടാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി. അതിങ്ങനെ ഓർക്കുമ്പോൾ എന്നെക്കാൾ ഏറെ, എൻ്റെ കുടുംബത്തെക്കാൾ ഏറെ, മറ്റെന്തിനേക്കാൾ ഞാൻ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇതാണ് നമ്മൾ ഓർക്കേണ്ടത്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം എന്താണ്? അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്, എല്ലാ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരാണ്. ഇതാര് കൊടുത്ത ആദരവാണ്? ലോകത്തിൻ്റെ റബ്ബാണ് കൊടുത്തത്. ഇതാര് കൊടുത്ത ബഹുമതിയാണ്? നമ്മുടെ സട്ടാവായ റബ്ബ് കൊടുത്തതാണ്. ഇതാര് കൊടുത്ത പരിഗണനയാണ്? നമ്മുടെ ആരാധ്യനായ അല്ലാഹ് കൊടുത്തതാണ്. അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്. നോക്കൂ നിങ്ങൾ,
തമാശയായി നമുക്ക് തോന്നിയതുപോലെ കാണേണ്ടതും സ്വീകരിക്കേണ്ടതും എടുക്കേണ്ടതുമായ ജീവിതമാണോ? അല്ല എന്നുറപ്പാണ്. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ്. ആ നിലക്ക് ആ ജീവിതത്തെ നമുക്ക് ബഹുമാനിക്കാനും സ്നേഹിക്കാനും സാധിക്കണം. മൂന്നാമത്തേത്, നാം അറിയണം അന്നഹു ലഖിയൽ മിഹൻ വൽ മശഖ്ഖ മിൻ അജ്ലി അൻ യസിൽന ദീന. അല്ലാഹുവിൻ്റെ ദീൻ നമ്മിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ പരീക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുവാങ്ങി. നമ്മളൊക്കെ ഒരു ചെറിയ ആക്ഷേപം, ഒരു ചെറിയ കുത്തുവാക്ക്, ഒരു ചെറിയ ഏറ് കിട്ടിയാൽ ആകപ്പാടെ വെപ്രാളപ്പെട്ട് വിരണ്ടോടി പേടിച്ച് ആ നിലക്ക് മാറ്റപ്പെടുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, കുടുംബക്കാരാൽ എറിയപ്പെട്ടു, കാലുകളിൽ നിന്ന് ചോര ഒലിക്കുമാറ് പ്രയാസങ്ങൾ സഹിച്ചു. അതികഠിനമായ തീവ്രമായ പരീക്ഷണങ്ങൾ മാനസികമായും ശാരീരികമായും അവിടുന്ന് ഏറ്റുവാങ്ങി. എന്തൊക്കെ പരീക്ഷണങ്ങൾ, കുത്തുവാക്കുകൾ, അസഭ്യങ്ങൾ കേൾക്കേണ്ടി വന്നു, ഭ്രാന്തൻ എന്ന വിളി കേൾക്കേണ്ടി വന്നു, പലതും കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ആ ഉത്തരവാദിത്തം കളങ്കപ്പെടുത്താതെ, വീഴ്ച വരുത്താതെ അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരീക്ഷണങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങിയത്. അതൊക്കെ ചരിത്രങ്ങളായി, കഥകളായി, വികാരം ഇളക്കിവിടുന്ന കാര്യങ്ങളായി കേൾക്കാനുള്ളതല്ല. അതിലേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും അടുത്തറിയാനും പിൻപറ്റാനുമുള്ള കാര്യങ്ങളാണ്. നാലാമത്തേത്, ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഒന്നും നോക്കാതെ, അവർക്ക് വന്ന കുറവുകൾ നോക്കിയിട്ടില്ല, അവർ നേരിട്ട പരീക്ഷണങ്ങളെ അവർ വകവെച്ചിട്ടില്ല, അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ അവർ നോക്കിയിട്ടില്ല. ലക്ഷക്കണക്കിന് സ്വഹാബികൾ മക്കയിലും മദീനയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരത്ത് നിന്ന്, ചുറ്റിലും നിന്ന് അവിടുന്ന് പിൻപറ്റാനും മാതൃകയായി സ്വീകരിക്കാനും അവിടുന്ന് സംരക്ഷിക്കാനും അവിടുന്ന് അനുമതിയിടുമ്പോഴേക്ക് ഓടിയെത്താനും തയ്യാറായെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ എത്ര പിന്നിലാണ്, നമ്മൾ എവിടെയാണ്? ആ സ്വഹാബികൾ ചെലവഴിച്ചതിൻ്റെ അടുത്തേക്കെത്താൻ, അവർ ചെയ്തതിൻ്റെ അരികിലേക്കെത്താൻ നമുക്ക് സാധിക്കും. നമ്മൾ എത്ര ചെലവഴിച്ചാലും, ഉഹുദ് മലയോളം ചെലവഴിച്ചാലും അവർ കൊടുത്തതിന് എത്തുകയില്ല എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൗകര്യവും സംവിധാനവും മെച്ചവും പുരോഗതിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവരൊക്കെ അതിന് തുനിഞ്ഞെങ്കിൽ, അതിന് തയ്യാറായെങ്കിൽ, നമുക്കാവശ്യമുള്ളതെല്ലാം കൺമുമ്പിൽ ലഭ്യമായ ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനും അടുത്തറിയാനും സ്നേഹിക്കാനും നാം തയ്യാറാകുന്നില്ലെങ്കിൽ, വിശ്വാസികളെ എന്ന വിളി കേൾക്കുന്ന നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല എങ്കിൽ എന്താണ് അവസ്ഥ? അഞ്ചാമത്തേത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. പ്രവാചകരെ, നാം നിങ്ങളെ പറഞ്ഞയച്ചത് ലോകത്തിന് കാരുണ്യമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഷ്യപ്പെട്ടത് കാരുണ്യമാണ്, വെറുപ്പ് കാണിച്ചത് കാരുണ്യമാണ്, ചിരിച്ചത് കാരുണ്യമാണ്, പുഞ്ചിരിച്ചത് കാരുണ്യമാണ്, മിണ്ടാതിരുന്നത് കാരുണ്യമാണ്, മിണ്ടിയത് കാരുണ്യമാണ്, അവിടുന്ന് യുദ്ധത്തിലേർപ്പെട്ടത് കാരുണ്യമാണ്. എന്താ ഇല്ലാത്തത്? എല്ലാം റഹ്മത്താണ്. റഹ്മത്തല്ലാത്ത ഒന്നുമില്ല. അത് ചില ആളുകളെ തലയിലേക്കത് കയറൂല, കാരണം അതിനു മാത്രം അവരുടെ ബുദ്ധി വളർന്നിട്ടില്ല. അതാണ്, അത്രേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ നിലക്കും കാരുണ്യമാണെന്ന് കേട്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, കുരച്ചു ചാടുന്ന ആളുകളുണ്ട്. അത് അവരുടെ ഒരു പോരായ്മയാണ്, എല്ലാവരുടെയല്ല, അവരുടെ ഒരു വൈകൃതമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, അവഹേളിക്കുക, അതിൽ മാത്രം പേര് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടുന്ന് റഹ്മത്താണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന. ആണോ? വിശ്വാസികൾക്കാണ്, ഈമാനുള്ളവർക്കേ ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ലോകത്തെല്ലാവർക്കും ഇത് ദഹിക്കൂല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. വിശ്വാസികൾക്ക് ഇത് വല്ലാത്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും വിശ്വാസമുള്ളവർ ഇതിൻ്റെ വാഹകരായി, ഇതിൻ്റെ യഥാർത്ഥ അവകാശികളായി നിലകൊള്ളുന്നതും.
അത് റബ്ബ് കണക്കാക്കിയതാണ്. സഹോദരങ്ങളെ, അതിൽ ഒരു ഇടം പിടിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 5 കാര്യങ്ങളെ നമ്മൾ മനസ്സിലിങ്ങനെ ഓർത്തെടുക്കുക. ഇനി നോക്കൂ നിങ്ങൾ, ഈ നിലക്കുള്ള അനുധാവനവും അനുസരണവും നിലനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടതിന് പകരം മറ്റൊരു രീതിയാണ് സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രത്യേക രൂപത്തിലുള്ള സ്നേഹപ്രകടനം സമൂഹത്തിൽ വല്ലാതെ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതെവിടുന്ന് വന്നു എന്നതുകൂടി ഈ വിഷയത്തിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഒരു ഈദ്, ഒരാഘോഷമായിരുന്നെങ്കിൽ അതാദ്യം നമ്മളോട് പറയുക വിശുദ്ധ ഖുർആനാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങൾക്ക് മാതൃകാപൂർണമാണ് എന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അതല്ലാത്ത മറ്റൊരു പ്രയോഗമല്ല. ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക. മറ്റൊരായത്ത് വമാ ആതാകുമുർ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് തന്നത് അതിനെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. വമാ നഹാകും അൻഹു, അവിടുന്ന് എന്താണോ നിങ്ങളോട് വിലക്കിയത് അത് നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാലും പ്രവൃത്തിയാലും അംഗീകാരത്താലും നൽകിയ കാര്യങ്ങൾ എന്താണോ അതിനെയാണ് എടുക്കേണ്ടത്, അല്ലാത്തത് ഒഴിവാക്കണം. അപ്പൊ ഖുർആൻ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾ ആഘോഷമായി എടുക്കണം എന്ന് വ്യക്തമായോ സൂചനയിലൂടെയോ പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ എവിടെയും ഇല്ല. എന്നിട്ടും ചില ആയത്തുകൾ നമ്മൾ കേൾക്കുകയാണ്. ഖുൽ ബിഫദ്ലില്ലാ എന്ന ആയത്ത് സൂറത്ത് യൂനുസിലെ ആയത്താണ്. ആയത്തിന്റെ ബന്ധം എന്തുമായിട്ടാണ്? വിശുദ്ധ ഖുർആനുമായിട്ടാണ്, അള്ളാഹുവിൻ്റെ ദീനുമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമല്ല അതിലെ പ്രധാന ചർച്ച. അവിടുന്നിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടല്ല ചർച്ച. ഖുർആൻ എന്ന ഫള് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ആ ഖുർആൻ നിങ്ങൾ ഓതി പഠിക്കണം, അതനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ്. ആ ആയത്തെങ്ങനെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവാകുക? അഹ്ലുസുന്ന വൽ ജമാഅയുടെ മുഫസ്സിറുകൾ ആരും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആനിന്റെ വ്യാഖ്യാനം, ഓരോ ആയത്തിന്റെയും വ്യാഖ്യാനം ഓതി ചോദിച്ച് പഠിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവരാരും ഇത് പഠിപ്പിച്ചിട്ടില്ല. ആ സ്വഹാബികളിൽ നിന്ന് ഓരോ ആയത്തിന്റെയും വിശദീകരണം എന്താണെന്ന് പഠിച്ച ഖതാദ റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു അവരും പറഞ്ഞിട്ടില്ല. പിന്നീട് വന്ന ആരും പറഞ്ഞിട്ടില്ല. മറ്റൊരായത്തേതാ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സൂറത്ത് അംബിയായിലെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യമാണ്, ഞാൻ കാരുണ്യമാണ്, എൻ്റെ ജനനം കൊണ്ടാടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സമയം പറഞ്ഞു? പോകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സ്വഹാബികൾ ചെയ്തോ? അന്നുള്ള സൗകര്യങ്ങൾ പരിഗണിച്ചവർ ചെയ്തോ? ഇനി ഇന്നത്തെ പോലെ ഒന്നുമില്ല. അന്നുള്ള സൗകര്യങ്ങൾ പരിഗണിച്ച് എന്തെങ്കിലും അവർ ചെയ്തോ? ഒന്നും ചെയ്തില്ല. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്നാണ് വേറെ ഒരായത്ത്. ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ, ആ അനുഗ്രഹങ്ങളെ എടുത്തു പറയണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറയുന്നു, എടുത്തു പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഒരനുഗ്രഹമാണ്. നമ്മളത് എടുത്തു പറയണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം. ഒരു സംശയവുമില്ല. ആഘോഷിക്കണം എന്നില്ല, പാട്ടുപാടി തുള്ളിച്ചാടി കളിക്കണം എന്നില്ല, അങ്ങനെ ഒന്നുമില്ല. പ്രത്യേകമായ മാല ഓതലോ മൗലീദോതലോ ഇല്ലാത്ത കഥകൾ പറയലോ ഒന്നും ഇല്ല. അപ്പൊ ഖുർആനിൽ എവിടെയും ആ കാര്യം കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ എവിടെയെങ്കിലും അതുണ്ടോ? അവിടെ നിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടോ?
ഇല്ല എന്നതാണ്. എന്നാലും നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുന്നു. എന്താണ്? ഖദീജ റളിയല്ലാഹു അൻഹയെ ഓർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ അറുത്തിരുന്നു. അത് പലർക്കും വിതരണം ചെയ്തിരുന്നു. അതെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായിട്ട് ബന്ധപ്പെടുക? ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിയമുള്ള പത്നിയാണ്. ആ പത്നിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ബന്ധുക്കളിലേക്ക് ആ കാര്യങ്ങൾ, ആ ബന്ധം അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ഒരു കാര്യം, അതെങ്ങനെ ജന്മദിന ആഘോഷിക്കലുമായി ബന്ധപ്പെടുത്തുക? ഒരു ബന്ധവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തിനു വേണ്ടി പിന്നീട് അഖീഖ അറുത്തു എന്ന ദുർബലമായ കഥ, സ്വഹീഹല്ല, ദുർബലമായ കഥ, അതെങ്ങനെ മീലാദിന് തെളിവാക്കുക? ജന്മദിനം കൊണ്ടാടലും അഖീഖയുമാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കൾക്ക് അഖീഖ അറുക്കലൊക്കെ ജന്മദിനം പ്രമാണിച്ചാണോ? 7ന്റെ അന്ന് അറുക്കുക പറഞ്ഞാൽ കുട്ടി 7ന്റെ അന്നാണോ? 7ന്റെ അന്നാണോ കുട്ടി പ്രസവിക്കപ്പെട്ടത്? അല്ല, കുട്ടി ജനിച്ച് 7-ന്, അല്ലെങ്കിൽ 14-ന്, അല്ലെങ്കിൽ 21-ന്. അതെങ്ങനെ മീലാദുമായിട്ട് ബന്ധാകുക? സുവൈബ എന്ന അടിമയെ അബൂലഹബ് മോചിപ്പിച്ചു എന്നത്, അബൂ ത്വാലിബ് മോചിപ്പിച്ചു എന്നത്, അതെങ്ങനെ ഇതുമായി അബൂ ത്വാലിബിൻ്റെ ഒരു പ്രവൃത്തിയെ എങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഒരു നിയമമായി എടുക്കാൻ തെളിവാക്കുക? അത് തെളിവായിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയൂലേ, ഇതാ അബൂ ത്വാലിബ് സുവൈബ എന്ന അടിമയെ മോചിപ്പിച്ചത് കാരണം എൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ? ഇല്ല. ദുർബലവും നിർമ്മിതവുമായ വിഷയവുമായി ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇതൊക്കെ ആഘോഷിക്കുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ച മൻ അമില അമലൻ, ഒരാളൊരു പ്രവൃത്തി ചെയ്തു, ലൈസ അലൈഹി, ആ പ്രവൃത്തിയുടെ മേലില്ല, അംറുന, നമ്മുടെ കൽപ്പനയില്ല, ഫഹുവ റദ്ദുൻ, തള്ളിക്കളയണം. എടുക്കാനേ പാടില്ല, അടുക്കാനേ പാടില്ല, അടുപ്പിക്കാനേ പാടില്ല, അഭയം കൊടുക്കാനേ പാടില്ല, സഹകരിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അമലാക്കിയിട്ടില്ല. ഇനി മറ്റൊന്ന്, ഒരു വലിയ ആഘോഷം, അഥവാ ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം, അല്ലെങ്കിൽ മറ്റൊരാഘോഷം കൂടി വന്നിരിക്കുന്നു എന്ന നിലക്കാണ് ഈദ് മീലാദ് കൊണ്ടാടപ്പെടാറുള്ളത്. അങ്ങനെയെങ്കിൽ ഇസ്ലാമിൽ ഒരു കാര്യം ആഘോഷമാകണമെങ്കിൽ അത് ശറയിൽ ഉണ്ടാകണം. ശറയിൽ നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങൾ, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ. അത് കഴിഞ്ഞാൽ യൗമുൽ ജുമുഅ. യൗമുൽ ജുമുഅ ഒരാഘോഷ ദിവസമാണ്, അല്ലാത്തൊരാഘോഷമല്ല. അപ്പൊ എന്തുകൂടി സംഭവിച്ചു? ഒരു നിയമത്തെ ഉണ്ടാക്കൽ അവിടെ സംഭവിച്ചു. ഖുർആന്റെ ചോദ്യം, അം ലഹും ശുറകാ ശറഉ, നിങ്ങൾക്ക് നിയമം ഉണ്ടാക്കി തന്ന വല്ല പങ്കാളികളുമുണ്ടോ? ഇതൊക്കെ ആരുണ്ടാക്കിയതാ? സമൂഹത്തിലെ പുരോഹിതന്മാർ അവരുണ്ടാക്കി. അങ്ങനെ വരുമ്പോൾ ഒരു ശറഹുണ്ടാക്കുക എന്ന ശിർക്ക് കൂടി അവിടെ സംഭവിക്കുക. അതാണ് ഏറ്റവും അപകടം. ഇതിനെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. ഇതിൻ്റെ പിറവി, ഈ ആഘോഷത്തിൻ്റെ ജന്മം ഏത് സമയം മുതലാണ്? അത് പല ഗ്രന്ഥങ്ങളും നമ്മൾ പരയി നോക്കിയാൽ ജാറവും മഖ്ബറയും ഒക്കെ ലോകത്ത് ഉണ്ടായി വന്ന പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുക, അതിൻ്റെ പിറവിക്കും ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഏതാണ്? ആദ്യ 3 തലമുറ കഴിഞ്ഞു, ആദ്യ 300 വർഷം കഴിഞ്ഞു. ഖൈറുന്നാസി ഖർനി, എൻ്റെ തലമുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ആ 3 തലമുറക്ക് ശേഷം 4ാമത്തെ തലമുറ പ്രശ്നങ്ങൾ കുറച്ച് ഗുരുതരമായി വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടം, അഥവാ ഹിജറ 360 ഷിയാക്കളിൽപ്പെട്ട റാഫിദിയാക്കളായിട്ടുള്ള ഉബൈദിയാക്കൾ അഥവാ ഫാത്തിമിയാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന ഷിയാക്കളിലെ ഉബൈദിയാക്കളാണ് ഇതുണ്ടാക്കിയത്.
മുല്ല ഉമർ എന്ന് പറയുന്ന ഒരാളിലൂടെയാണ് ഇതാദ്യം ഉണ്ടായി വരുന്നത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മാത്രമല്ല ഓലിക്ക്, അലി റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരുടെ വിഷയത്തിലുണ്ട്, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലുണ്ട്. അവർക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിലൊക്കെ അവരുണ്ടാക്കിയ ഒരു സംഗതിയാണ്. ഹിജ്റ 360 ഇത് പിറവി കൊണ്ടത്. അപ്പോൾ അക്കാലത്ത് ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയ ഒരു സംഗതിയല്ലേ, അവരിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു കാര്യമല്ലേ എന്നതുകൊണ്ട് ആരും പ്രത്യേകം ശ്രദ്ധിച്ചില്ല, പ്രത്യേകം അത് നോക്കിയില്ല. അങ്ങനെ ആളുകളൊക്കെ അത് മറക്കുന്ന അവസ്ഥ വരെ എത്തി. ഇത് ഷിയാക്കളിൽ ഉണ്ടായി വന്നതാണ് എന്ന് ഇമാം മഖ്രീസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഖുതത്ത് എന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങളിലും ആ വിഷയമുണ്ട്, ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെയോ ആളുകളൊക്കെ ഇത് മറക്കുന്ന ഒരവസ്ഥയെത്തി. അങ്ങനെ ഷിയാക്കളുടെ അടുത്ത ഒരു പതിപ്പ് അഥവാ അവരുടെ ഒരു സന്താനമായി സൂഫിസം ലോകത്ത് വരികയാണ്. ആ സൂഫിസം ലോകത്ത് വരികയും ഹിജ്റ 630കളിൽ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ഭരണകാലഘട്ടം, അക്കാലത്ത് ഇറാഖിലെ ഇർബൽ പട്ടണം ഭരിച്ചിരുന്ന മുളഫർ കൂക്ബുരി എന്ന രാജാവ്, അൽ കൂക്ബുരി എന്നാണ് പറയുക, മുളഫർ, ആ രാജാവാണ് പിന്നീട് ഇത് ആർഭാടമാക്കി വലിയ ആഘോഷമാക്കി കൊണ്ടുവന്നത്. ജനങ്ങളൊക്കെ മറന്നുപോയിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥ എത്തിയപ്പോൾ തസവുഫിന് വേണ്ടി, സൂഫികൾക്ക് വേണ്ടി നന്നായി പണമെറിയുന്ന ഈ മുളഫർ രാജാവ്, അയാൾ ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു. ആ മുളഫർ രാജാവ് അതിൻ്റെ ഭാഗമായി ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ് ഈ കാര്യം ഒന്നുകൂടി ഉന്മേഷത്തോടെ കൊണ്ടുവന്നത്. ഇമാം സുയൂത്തി റഹിമഹുല്ല, ഇമാം ഷൗക്കാനി റഹിമഹുല്ല അവരൊക്കെ അവരെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആധുനികരായ ഒരുപാട് പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഷിയാക്കൾ തുടങ്ങി വെക്കുകയും സൂഫികൾ നന്നായി പൊടിപൊടിച്ച് ആഘോഷമാക്കി എടുക്കുകയും ചെയ്ത ഒരു കാര്യമാണ് ഏത്? മീലാദ് ആഘോഷം എന്നത്. അശരിയാക്കൾക്കതുണ്ട്, മാതുരീദികൾക്കതുണ്ട്, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾക്കതുണ്ട്, പലർക്കും അതുണ്ട്. പല നിലക്കവർ കൊണ്ടാടുന്നു. ഷിയാക്കൾക്ക് ഇന്നും അതുണ്ട്. ഷിയാക്കൾ റബീഉൽ അവ്വലിലെ അവസാന സമയങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ പ്രവേശിക്കുക. ഇതേ അവസ്ഥയാണ് ജാറത്തിൻ്റെയും മഖ്ബറയുടെയും വിഷയത്തിലുള്ളത്. അതും ഹിജ്റ 4-ാം തലമുറയിലാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ല, അവിടുന്നിന്റെ നിർദ്ദേശമോ വ്യക്തമായ അധ്യാപനമോ വല്ല സൂചനയോ ഈ വിഷയത്തിലില്ല. ലക്ഷക്കണക്കിന് സ്വഹാബികളിൽ ആരും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് പരിചയമില്ല. ഒരുപാട് താബിയുകൾ അവർക്ക് ഇത് പരിചയമില്ല, തബഉ താബിയുകൾ അവർക്ക് ഇത് വശമില്ല, അവരുമായി ബന്ധമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഏറ്റവും പ്രധാനമായി അറിയപ്പെട്ട 4 ഇമാമുമാർ, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫിഈ റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഈ 4 ആൾക്കും പരിചയമില്ല, അവരറിഞ്ഞിട്ട് പോലുമില്ല. എന്തേ കാരണം? അവർ ഹിജ്റ 300ന്റെ ഉള്ളിലാണ്. അതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഹിജ്റ 250ന്റെ ഉള്ളിൽ വഫാത്തായ ആളാണ്. അപ്പൊ എങ്ങനെ ഹിജ്റ 4-ാം നൂറ്റാണ്ടിലുള്ളായ കാര്യം അദ്ദേഹം അറിയാം? എന്നിട്ടും ഈ 4 ഇമാമുമാരുടെ, ഒട്ടേറെ താബീങ്ങളുടെ, ഒരുപാട് തബഉ താബീങ്ങളുടെ, ഒട്ടനവധി സ്വഹാബികളുടെ, മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ വമ്പിച്ച കളവുകൾ, ഭീമമായ നുണകൾ ഇതിന്റെ വക്താക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അന്യഅമത്തുൽ കുബ്ര എന്ന നുണ പറയാൻ മാത്രം രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥം ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. അന്യഅമത്തുൽ കുബ്ര, വ്യക്തമായ അഡ്രസ്സ് പോലും ആ പുസ്തകത്തിനില്ല. എന്നിട്ട് എല്ലാ സ്വഹാബികളെ പേരിലും നുണ, താബീങ്ങളെ പേരിൽ കളവ്, ഖുർആന്റെ പേരിൽ കളവ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ്. നോക്കൂ നിങ്ങൾ, ഇല്ലാത്ത ഒരാഘോഷം ഉണ്ടാക്കിയെടുക്കാൻ എത്ര നുണ പടച്ചുണ്ടാക്കണം, എത്ര കളവുകൾ നിരത്തണം. ഇതാണ് സഹോദരങ്ങളെ ഇതിൻ്റെ ഒരു അപകടം.
ഇനി അറിയപ്പെട്ട രണ്ട് ഹദീസ് പണ്ഡിതന്മാർ, ഇമാം അൽ ബുഖാരി റഹിമഹുല്ല ഹിജറ 300 ഉള്ളിലാണ്, ഇമാം മുസ്ലിം റഹിമഹുല്ല ഹിജറ 300 ഉള്ളിലാണ്. അവർക്കിത് പരിചയമല്ല, അവർക്കിതുമായി ബന്ധമില്ല. അപ്പോ ഇത് ഷിയാക്കളിലൂടെ കടന്നു കൂടി വന്ന ഒരാചാരം. ഇനി അതിനുശേഷം മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധരായ പണ്ഡിതന്മാർ, ഇമാം ഫാഖഹാനി റഹിമഹുല്ല ഇത് ഹറാം എന്ന് പറഞ്ഞ പണ്ഡിതനാണ്. ഇബ്നുൽ ഹാജ് റഹിമഹുല്ല ഇത് തെറ്റാണ് എന്ന് വിശദീകരിച്ചു. ഷാഫിഹി മദ്ഹബിലെ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല വിശദീകരിച്ചു. എത്രയെത്ര പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. എന്താ അർത്ഥം? മൻ ഒരാൾ, അഹ്ദസ പുതിയതായി ഉണ്ടാക്കി, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ നമ്മുടെ ഈ ദീനിൽ പുതിയതായി ഉണ്ടാക്കി, ഫഹുവ റദ്ദുൻ തള്ളിക്കളയണം. ഇത് പുത്തനാചാരമാണ്, അന്ധവിശ്വാസമാണ്, പുതുതായി നിർമ്മിച്ച ആഘോഷമാണ്, സ്നേഹത്തിന്റെ ഭാഗമല്ല, പിൻപറ്റലിന്റെ ഭാഗമല്ല, അനുധാവനത്തിന്റെ ഭാഗമല്ല. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞ പോലെ അന്ന് ദീനാകാത്ത ഒരു കാര്യം ഫമാലം യകുൻ യൗമൈദി ദീന, അന്ന് ദീനാകാത്ത ഒരു കാര്യം ഇന്നും ദീനല്ല. ഇതാണ് വിശ്വാസികളായ നമ്മൾ ഏറ്റവും ഗൗരവത്തിൽ കാണേണ്ടത്. അതിനാൽ ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളുടെ വ്യാപനം, സഹോദരങ്ങളെ, അതിനെ ചെറുതായി നമ്മൾ കാണാൻ പാടില്ല. ഇത് ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് തന്ന ഒരു കാര്യമാണ്, അതുകൂടി നമ്മൾ അറിയണം. എന്താണ് ഈ വിഷയത്തിൽ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത്? ഫൽയഹദരില്ലദീന യുഖാലിഫൂന അൻ അംരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനക്ക് വിരുദ്ധമായി എതിരായി പ്രവർത്തിക്കുന്നവർ അവർ കരുതിയിരിക്കട്ടെ, അവർ പേടിക്കട്ടെ, അൻ തുസീബഹും ഫിത്ന, അവരെ ഫിത്ന ബാധിക്കും, കുഴപ്പം പിടികൂടും. ഇത് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. ആ ഫിത്നയെ കുറിച്ച് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫിത്ന ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കുഫർ ബാധിക്കലാണ്, എല്ലാ നിലക്കും അവിശ്വാസിയായി മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടാകും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് നിഫാഖ് ബാധിക്കുക, കപടനായി മാറുക, പുറത്ത് മാത്രം ഇസ്ലാമിനെ കാണിക്കുകയും അകത്ത് ഇസ്ലാമിനോടുള്ള വെറുപ്പും വിദ്വേഷവും ശത്രുതയും നിറച്ചു വെക്കുകയും ചെയ്ത ആളുകൾ, കപടതയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തേത് ബിദ്അത്തിൽ അകപ്പെടും, പുത്തനാചാരങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ, ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളിൽ, പുതിയതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളിൽ അകപ്പെടും എന്നാണ് ആ ഫിത്നയുടെ താല്പര്യം. ഇതാണ് നമ്മൾ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കേണ്ടത്. ആ ബാധ്യതയാണ് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മരണം വരെ കേടില്ലാതെ, മങ്ങാതെ, മായാതെ നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിച്ച് നിർത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ കാതലും അതിൻ്റെ മർമ്മവും അതിൻ്റെ അടിസ്ഥാനവുമായിട്ടുള്ള ആശയത്തെ കൃത്യമായി മനസ്സിലാക്കുകയും അനുധാവനം ചെയ്യുകയും അതിലൂടെ അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിനെ അനുസരിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് അവിടുന്ന് അനുധാവനം ചെയ്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനും നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.